ഫുട്ബോൾ ലോകകപ്പിൻ്റെ ദിവസങ്ങളാണല്ലോ. ഇന്ന് ടു ടെൽ ദ ടെയിലിൽ മെസ്സിയെക്കുറിച്ചുള്ളൊരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മെസ്സിയെക്കുറിച്ച് ഇനി പറയാൻ എന്താണ് ആ ലോകോത്തര കളിക്കാരനെക്കുറിച്ച് ലോകത്തിന് അറിയാത്ത വിവരങ്ങളുള്ളത്? എന്തിനാണ് അദ്ദേഹത്തെ പറ്റി ഒരു പുസ്തകം തന്നെയും എഴുതുന്നത് എന്ന പോലുള്ള സംശയങ്ങൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും. അങ്ങനെ തോന്നുന്നവരെ കുറ്റം പറയാനും പറ്റില്ല. ആ സംശയങ്ങളെല്ലാം ന്യായമുള്ളവ തന്നെയാണ്. ഇപ്പോൾ 38 വയസ്സ് മാത്രം പ്രായമുള്ള മെസ്സി എന്ന ഫുട്ബോളർ നമുക്കെല്ലാം അറിയുന്നത് പോലെ ലോകത്തെ ഏറ്റവും പ്രശസ്തനായ മനുഷ്യരുടെ പട്ടികയിലെ ഏറ്റവും മുമ്പനായ ഒരാളാണ്. ലോകത്തെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. അങ്ങനെ എല്ലാവർക്കും എല്ലാം അറിയാവുന്ന മെസ്സി എന്ന മഹാതാരത്തെക്കുറിച്ചുള്ള ഈ പുസ്തകം പക്ഷെ വളരെ വലിയ വായനാ ആനന്ദം നൽകുന്നതുമാണ്. ബാഴ്സലോണയിൽ ജനിച്ച് കാറ്റലൻ ഭാഷയിൽ എഴുതുന്ന ജോഡി പുണ്ടി എന്ന നോവലിസ്റ്റ് എഴുതിയ ഇപ്പോൾ ലോക പ്രശസ്തമായിട്ടുള്ള മെസ്സി ലെസൺസ് ഇൻ സ്റ്റൈൽ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ടു ടെൽ ദ ടെയിലിൽ ഇന്ന്. ജോഡി പുണ്ടി നോവലിസ്റ്റാണ്. കറ്റാലൻ ഭാഷയിൽ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ ലോസ്റ്റ് ലഗേജസ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ മെസ്സി പുസ്തകവും അദ്ദേഹം കറ്റാലൻ ഭാഷയിൽ തന്നെ എഴുതിയിട്ടുള്ളതാണ്. 2018 അവിടെ ഇറങ്ങിയ പുസ്തകം പിന്നീട് ഹിറ്റായതിനു ശേഷം പിന്നീടാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു വന്നത്. മെസ്സിയുടെ ജീവചരിത്ര പുസ്തകം എന്ന മട്ടിലാണ് ഇത് നമ്മൾ അറിയുന്നതെങ്കിലും അങ്ങനെ ജീവിതം മൊത്തം വിവരിക്കുന്ന ഒരു കൃതിയൊന്നുമല്ല, മറിച്ച് 22 ചെറുലേഖനങ്ങളിലായിട്ട് മെസ്സിയെ ചിത്രീകരിക്കുന്നതാണ് ഈ പുസ്തകം. അങ്ങനെ ആ ചെറുലേഖനങ്ങളുടെ സമാഹാരമാണ് മെസ്സി ലെസൺസ് ഇൻ സ്റ്റൈൽ. മെസ്സിയുടെ ഹാർഡ് കോർ ഫാനാണ് ജോഡി പുണ്ടി. അങ്ങനെ ഒരു അന്തം വിട്ട ഫാൻ മെസ്സിയെക്കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ അതെങ്ങനെയായിരിക്കുമോ അങ്ങനെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. വലിയ ഫാൻഡം വെച്ചുകൊണ്ട് തന്നെയുള്ള എഴുത്താണ്. പക്ഷേ അതേസമയം തന്നെ വളരെ കാവ്യാത്മകമായ ഭാഷയും എത്രയോ രസകരമായിട്ടുള്ള നിരീക്ഷണങ്ങളും താരതമ്യേന ചെറിയ ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കും. അതുകൊണ്ട് തന്നെ മെസ്സി ഫാനോ ഫുട്ബോൾ ഭ്രാന്തനോ ഒന്നുമല്ലാതിരിക്കുന്ന സാധാരണ വായനക്കാർക്കും പ്രിയപ്പെട്ടതായിട്ട് വായനാശേഷം ഈ പുസ്തകം മാറും എന്നതാണ് എൻ്റെ അനുഭവം. പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പരിചയപ്പെടുത്താൻ കൂടെ ഞാൻ ശ്രമിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഈ പതിപ്പിൻ്റെ കവറിൽ തന്നെ പെപ് ഗാർഡിയോളയുടെ ഒരു ക്വാട്ട് ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: റീഡിംഗ് ദിസ് പ്ലേഫുൾ പോർട്രേറ്റ് ഓഫ് ലിയോ മെസ്സി റിമൈൻഡഡ് മീ ഹൗ എക്സ്ട്രാഓർഡിനറി എവറി മിനിറ്റ് വാസ് ദാറ്റ് ഐ സ്പെൻഡ് ബൈ ഹിസ് സൈഡ്. മെസ്സിക്കൊപ്പം ഞാൻ ചെലവിട്ട നിമിഷങ്ങൾ എത്ര ഉജ്ജ്വലമായതായിരുന്നു എന്ന് എന്നെ ഈ പുസ്തകത്തിൻ്റെ വായന ഓർമ്മിപ്പിച്ചു എന്നാണ് പെപ് ഗാർഡിയോള പറയുന്നത്. മെസ്സിയെക്കുറിച്ചുള്ള മറ്റാരെയെങ്കിലും കുറിച്ചായിരുന്നുവെങ്കിൽ അതിശയോക്തിപരം എന്ന് നമ്മൾക്ക് തോന്നുമായിരുന്ന പോലുള്ള നിരവധി ഇത്തരം ഉദ്ധരണികൾ പലരുടേതുമായിട്ട് ഈ പുസ്തകത്തിൽ പലയിടത്തായിട്ട് ചേർത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് തിയറി ഹെൻറി പറയുന്നു, മെസ്സി മനുഷ്യൻ തന്നെയാണോ എന്നെനിക്ക് സംശയം തോന്നാറുണ്ട്. മെസ്സി ഈസ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ആൻഡ് ഇൻജേർഡ് മെസ്സി ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ്. എന്ന് വെച്ചാൽ മെസ്സിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, പരിക്കേറ്റ മെസ്സിയാണ് ഏറ്റവും ബെസ്റ്റ് രണ്ടാമത്തെ പ്ലെയർ എന്ന് പറയാണ് ജോർജ് വാൾഡാനോ. മെസ്സി പെനാൽറ്റികൾ മിസ് ചെയ്യുന്നത് അവ സ്കോർ ചെയ്യുന്നത് ടു ഈസി ആയതുകൊണ്ടാണ് എന്ന് മറ്റൊരിടത്ത് ജോർജി പുണ്ടി തന്നെയും എഴുതിയ ആൾ തന്നെയും പറയുന്നുണ്ട്. മറ്റൊരു കളിക്കാരനെ കുറിച്ചായിരുന്നെങ്കിൽ ഓവർ അല്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നത് മാതിരിയുള്ള സംഗതികൾ പുസ്തകത്തിൽ വേറെയും നിരവധിയായിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിലാകുമ്പോൾ നമുക്ക് അത് അതിശയോക്തിപരം എന്ന് തോന്നുകയില്ല എന്ന് മാത്രമല്ല വളരെ സന്തോഷകരമായിട്ടാണ് ഇതൊക്കെ അനുഭവപ്പെടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെസ്സിയുടെ ഫാനോ ഫുട്ബോൾ ഭ്രാന്തനോ ഒന്നും അല്ലെങ്കിലും ആർക്കും വായിക്കുന്നയാൾക്ക് അനുഭവപ്പെടുക വളരെ സന്തോഷകരമായിട്ടാണ്. 2003 നവംബർ 16 FC പോർട്ടോയ്ക്കെതിരെ ബാഴ്സ ടീമിലാണ് മെസ്സിയുടെ ആദ്യ കളി. ഒരു ഗോളും നേടാതെ തുടങ്ങിയ ആ കളി തുടക്കം തൊട്ട് തന്നെയാണ് പുസ്തകത്തിൻ്റെയും ആരംഭം. പിന്നെ ഒരു പതിവ് ജീവചരിത്രത്തിൻ്റെ രീതികളിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് ജോഡി പുണ്ടി പുസ്തകത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ കാലത്തെ മറ്റ് 2 വലിയ കളിക്കാരുമായിട്ട്, അതായത് മറഡോണയുമായിട്ടും നെയ്മറുമായിട്ടും മെസ്സിയെ താരതമ്യം ചെയ്യുന്ന ഭാഗങ്ങളും പുസ്തകത്തിൽ ഉണ്ട്. ഇരുവരെയും മഹാന്മാരായ കളിക്കാരായിട്ട് തന്നെ എഴുത്തുകാരൻ വിവരിക്കുന്നുണ്ട്. പക്ഷേ മെസ്സി തന്നെയാണ് ഗോട്ട്, ഗ്രേറ്റ്, ഏറ്റവും ഗ്രേറ്റസ്റ്റ് മെസ്സി തന്നെയാണ് എന്ന ലൈനിൽ നിന്ന് വിടുകയില്ലാതെയാണ് ഈ ജോഡി പുണ്ടി അത് എഴുതുന്നതെന്ന് മാത്രം. മറഡോണ ചിലപ്പോഴൊക്കെ മറഡോണയായിട്ട് കളിക്കും, മെസ്സി പക്ഷേ എവ്രിഡേ മറഡോണയാണ്. എന്ന് വെച്ചാൽ മെസ്സി എപ്പോഴും മറഡോണയായിട്ട് കളിക്കുന്നയാളാണ് എന്ന് ഒരു കോട്ട് ഇവിടെയുണ്ട് രണ്ടുപേരെയും താരതമ്യപ്പെടുന്നതായിട്ട്. ഇതിലിപ്പോൾ 22 അധ്യായങ്ങളുള്ള പുസ്തകത്തിലെ 9ാം അധ്യായത്തിലാണ് ജോഡി പുണ്ടിയുടെ ഏറ്റവും രസകരമായ നിരീക്ഷണങ്ങൾ മെസ്സിയെക്കുറിച്ചുള്ളത് എന്നെനിക്ക് തോന്നി. ദി 21st സെഞ്ച്വറി എന്ന ആ അധ്യായത്തിൽ സാഹിത്യവും ഫുട്ബോളും തമ്മിലുള്ള ചില താരതമ്യങ്ങളാണ് വരുന്നത്. പ്രശസ്ത നോവലിസ്റ്റ് ഇറ്റാലോ കാൽവിനോ 21ാം നൂറ്റാണ്ടിലെ മികച്ച സാഹിത്യം എങ്ങനെയായിരിക്കും എന്ന് പ്രവചിച്ചതിലെ പോയിന്റുകൾ വെച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ഈ പുതിയ കാലത്തെ ഫുട്ബോളിലേക്ക് അദ്ദേഹം ഈ സാഹിത്യ പോയിന്റുകളെ വെച്ച് താരതമ്യപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിലെ എഴുത്തുകാരൻ. കാൽവിനോ 5 പ്രധാന ആശയങ്ങൾ
പുതിയ മികച്ച സാഹിത്യത്തിനകത്തുണ്ടായിരിക്കും എന്നാണ് ഇറ്റാലോ കാൽവിനോ എഴുതിയത്. ലൈറ്റ്നസ്, ക്വിക്നെസ്, എക്സാറ്റിറ്റ്യൂഡ്, വിസിബിലിറ്റി ആൻഡ് മൾട്ടിപ്ലിസിറ്റി, ഈ 5 ആശയങ്ങളെയും ഫുട്ബോളിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവയെല്ലാം ഒത്തിണങ്ങിയ പുതുകാല സൂപ്പർ ഫുട്ബോളറാണ് മെസ്സി എന്ന് വിവരിക്കുന്ന ഈ ഭാഗം വളരെ മൗലികവും രസകരവുമാണ് എന്ന് വായനക്കാർക്ക് മനസ്സിലാകും തോന്നും. മെസ്സി ഈസ് എ ഫുട്ബോളർ ഹൂ റീഇൻവെൻറ്റ്സ് ദ ക്ലാസിക്സ് എന്നും ഇവിടെയാണ് നമ്മൾ ഇതിനകത്ത് വായിക്കുക. പന്ത് കാലിലില്ലാത്തപ്പോൾ ഉള്ളതിനേക്കാളും വേഗത പന്ത് കാലിൽ ഉള്ളപ്പോൾ കൈവരുന്ന ഏക കളിക്കാരനാണ് മെസ്സി എന്ന് പെപ് ഗാർഡിയോള പറയുന്നത് വെച്ച് തുടങ്ങുന്ന 11-ാം അധ്യായത്തിൽ രസകരമായ മറ്റു ചില സംഗതികളുണ്ട്. അത് മെസ്സിയുടെ ഉയരത്തെക്കുറിച്ചാണ്. മെസ്സി ഉയരം കുറഞ്ഞ കുട്ടിയായിരുന്നു എന്നത് ഫുട്ബോൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 2000 സെപ്റ്റംബർ 17-ാം തീയതിയാണ് മെസ്സി ബാഴ്സയിലേക്ക് ട്രയലിനായിട്ട് വരുന്നത്, ബാഴ്സയിലേക്ക് അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് വരുന്നത്, ക്ലബിലേക്ക് വരുന്നത്. 13 വയസ്സാണ് അന്ന് മെസ്സിക്ക്. 1.48 മീറ്റർ ആയിരുന്നു, 1.48 മീറ്റർ ആയിരുന്നു അന്ന് മെസ്സിയുടെ ഉയരം ഈ 13-ാം വയസ്സിൽ. പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ മെസ്സി പറഞ്ഞത് ദി ഹോർമോൺ വാസ് എസ്ലീപ്പ് എന്നാണ്. അതായത് എൻ്റെ ഹോർമോണുകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഞാൻ ബാഴ്സയിലേക്ക് വരുന്ന കാലത്ത് എന്നാണ്. FC ബാഴ്സലോണ വലിയ പണം മുടക്കിയിട്ട് ചികിത്സിച്ചു മെസ്സിയെ. എന്നിട്ട് മെസ്സിയുടെ ഉയരം കൂട്ടിയെടുത്തു. 5 വർഷം കഴിയുമ്പോഴേക്ക് മെസ്സിയുടെ ഉയരം 1.69 ആയി, 1.69. 3 വർഷം കഴിഞ്ഞപ്പോൾ 21 വയസ്സാകുമ്പോഴേക്ക് ഉയരം 1.70 ആയും അദ്ദേഹത്തിൻ്റെ മാറി. അതാണ് ചങ്ങാതിയുടെ ഇപ്പോഴത്തെ ഉയരം. മെസ്സിയുടെ ഇപ്പോഴത്തെ ഉയരം 1.70 ആണ്. ഈ ഉയരം ലോക ഫുട്ബോളിലെ മഹാരഥരിൽ പലരുടെയും സമാന ഉയരമാണ് എന്ന് പുസ്തകത്തിൽ കാണാം. അതിങ്ങനെയാണ്: മറഡോണ 1.65, റൊമാരിയോയും സെഗല്ലോയും 1.57, സാവി 1.68, ഗാരിഞ്ച 1.69, ഇനിയസ്റ്റ 1.71 എന്നിങ്ങനെ കൗതുകകരമായ ഇങ്ങനെ പല കണക്കുകളും നമ്പറുകളൊക്കെ പുസ്തകത്തിലുണ്ട്. പ്രത്യേകിച്ച് മറഡോണ, മെസ്സി, നെയ്മർ എന്നിവരുടെ ഗോൾ കണക്കുകൾ ഉൾപ്പെടെ, അവർ സ്പെൻഡ് ചെയ്ത സമയം, അവർ ഓടുന്ന മീറ്ററിൻ്റെ എണ്ണം എന്നൊക്കെയായിട്ട് നിറയെ നമ്പറുകൾ കൂടെ ഈ പുസ്തകത്തിനകത്ത് വളരെ കാവ്യാത്മകമായിട്ടുള്ള വരികളിലൂടെയാണെങ്കിൽ ഇണക്കി ചേർത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ഒരു ഭാഗം മലയാളത്തിലാക്കിയത് കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഭാഗം എങ്ങനെയാണ്, അത് മെസ്സി നാട്ടിൽ കളിക്കുമ്പോൾ, ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ എന്താണ് ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് അദ്ദേഹം വളരെ കാവ്യാത്മകമായിട്ട് എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാക്കിയത് ഇങ്ങനെയാണ്, ഞാനത് വായിക്കാം. മെസ്സി ഫൗൾ ചെയ്യപ്പെട്ട് വീണ ശേഷമുള്ള ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ നിങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നിശബ്ദത എന്ന സംഗതി എന്തെന്ന് പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടില്ല. മെസ്സി പരിക്ക് ഒരിക്കലും അഭിനയിക്കാറില്ല, എങ്കിലും അവൻ താഴെ വീണാൽ ആദ്യം സ്റ്റേഡിയമാകെ അവിശ്വാസത്തിൻ്റെ ബഹളമാണ് പൊങ്ങുക. 1000 പിതാക്കളും മാതാക്കളും അവരുടെ മകൻ, അവരുടെ കണ്ണിലെ കൃഷ്ണമണി ഫൗൾ ചെയ്യപ്പെട്ടത് കണ്ട് റഫറിയുടെ ഭാഗത്തേക്കാണ് നോക്കുക. ഫൗൾ ചെയ്തവന് ഉടനടി റെഡ് കാർഡ് എന്നതാകും അവരുടെ മനസ്സിൽ. അതാണ് ആ ബഹളമായി വന്നത്. പക്ഷെ വീണാലും അവനൊന്നും പറ്റില്ല എന്ന് തന്നെയാകും ആ സമയത്ത് അവരുടെ എല്ലാം മനസ്സിൽ. എന്നിട്ട് ആ നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ പയ്യൻ എഴുന്നേറ്റില്ലെങ്കിൽ അപ്പോഴാണ് ഭൂമിയിലെ ഏറ്റവും കനമുള്ള നിശബ്ദത സ്റ്റേഡിയത്തിൽ പരക്കുക. സ്റ്റേഡിയം അപ്പോഴൊരു മണൽ ഘടികാരമാകും. ഓരോ സെക്കൻഡും വേറിട്ടറിയാം. 10 സെക്കൻഡ്, അത് കഴിഞ്ഞും അവൻ എഴുന്നേറ്റില്ലെങ്കിൽ അതൊരു ദേശീയ ദുഃഖാചരണമായി. കളി റേഡിയോയിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ വീട്ടു ടെറസുകളുടെ ഔദ്യോഗിക സന്ദേശവാഹകനാകും അയാൾ. അത്ര സീരിയസ് അല്ലെന്നാണ് അവർ പറയുന്നത്. കാട്ടുതീ പോലെ പരക്കും വാർത്ത. ഓരോ ഫാനും പിന്നെ ഓരോ ഡോക്ടറാണ്. ഒരു രാത്രിയത്തെ റെസ്റ്റ് അത് മതിയാകും. മസിൽ കയറിയതാകും. വീഴുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഇക്കാലം കൊണ്ട് നമ്മുടെ പയ്യൻ അറിയാം. അവന് കുഴപ്പമൊന്നും വരില്ല. ഇങ്ങനെ അപ്പോൾ ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ അദ്ദേഹം കളിക്കുമ്പോൾ ചെറിയ പരിക്കേറ്റാൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ സ്റ്റേഡിയം ആകെ അല്ലെങ്കിൽ ആ നാടാകെ മെസ്സിയുടെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ നാട്ടുകാരാകെ പ്രതികരിക്കുന്നത് എന്നത് വളരെ രസകരമായിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ജോഡി പുണ്ടി. ഏതാണ്ട് ഇതുപോലെയാണ് മറ്റെല്ലാ ഭാഗത്തും കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നതാണ് ഈ പുസ്തകത്തെ ഒരു ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കളിയെഴുത്തിൻ്റെ ഒരു സാധാരണ വിവരണങ്ങളല്ലാതെ മറ്റൊരു തലത്തിലേക്ക് പുസ്തകത്തെ ഉയർത്തുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ കോപ്പിയിലെ 157-ാം പേജിൽ നമുക്കിങ്ങനെ വായിക്കാം: ഫാൻസ് പലരും മെസ്സിക്കും ഹാരി പോട്ടർക്കും ഒപ്പം ഒന്നിച്ചാണ് വളർന്നത്. 1997 മെസ്സിക്ക് 10 വയസ്സ്, ഹാരി പോട്ടർക്ക് 11. അതിനകം തന്നെ രണ്ടാളും മാജിക് കാണിച്ചും തുടങ്ങിയിരുന്നു. കുട്ടികളായിരുന്നിട്ട് സീസണിൽ നിന്ന് സീസണിലേക്ക്, പുസ്തകത്തിൽ നിന്ന് പുസ്തകത്തിലേക്ക് മുതിർന്നു അവരിരുവർക്കുമൊപ്പം യുവത്വത്തിലെത്തിയവർ. ഇപ്പോഴും ആ മാജിക് തുടരുകയാണല്ലോ. മെസ്സി കളിക്കുന്ന മറ്റൊരു ലോകകപ്പ് കൂടെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. ലോകമാകെ കാൽപന്തിലേക്കും അതിൻ്റെ താരങ്ങളിലേക്കും ശ്രദ്ധയോടെ നോക്കുമ്പോൾ ആ കളി സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും അപാരനായ കളിക്കാരനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വായിക്കാവുന്ന പുസ്തകം എന്ന് നിശ്ചയമായിട്ടും നിർബന്ധമായിട്ടും വായിക്കേണ്ട പുസ്തകം എന്നുകൂടെ നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ് ജോഡി പുണ്ടിയുടെ മെസ്സി ലെസൺസ് ഇൻ സ്റ്റൈൽ എന്ന ഈ പുസ്തകം എന്നാണ് ഞാൻ പറയുക. ടു ടെൽ ദ ടെയിലിൻ്റെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.